എന്നാണ് BJPയും അതേപോലെ RSSും ഈ സനാതന ധർമ്മവും ഈ പറയുന്ന മനുസ്മൃതി അവർ പൊക്കിപ്പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനെ ശരിക്കും എതിർക്കാൻ തന്നെയാണ് ഈ ദളിത് ബാക്ക്വേർഡ് ക്ലാസിന്റെ തീരുമാനം. കാരണം അവർക്കറിയാം ഇത് അവർക്ക് ഏറ്റവും വലിയ ഭാര ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസർവേഷൻ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ RSSന്റെ അകത്ത് തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം 100 വർഷത്തെ പരിപാടിയെ രാംനാഥ് കോവിന്ദിനെ കൊണ്ടുവന്നിട്ട് RSSന്റെ ഇന്ത്യയുടെ അജണ്ട എന്ന് പറയുന്നത് മനുസ്മൃതിയല്ല, അംബേദ്കറിന്റെ സാധനമാണ്. അതാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അയാളെ കൊണ്ട് പറയിപ്പിച്ച്. അതിൻ്റെ കാര്യം അതായത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ രണ്ടും കൂടെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഇപ്പം ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആണ് ബേസിക്കലി നമ്മൾ പൊളിറ്റിക്സുമായിട്ട് ഓർത്ത്. അത് കാസ്റ്റ് ആണെങ്കിലും റിലീജിയൻ ആണ്, ഇതൊക്കെ മാറ്റർ ചെയ്യും ഇന്ത്യയിൽ. പ്രത്യേകിച്ച് അംബേദ്കറായിട്ട് ദളിത് കമ്മ്യൂണിറ്റി അതിഭയങ്കരമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഇപ്പുറത്തെയും മനുസ്മൃതിയും സനാതന ധർമ്മവും പൊക്കിപ്പിടിച്ചപ്പോഴാണ് തിരിച്ചപ്പുറത്ത് ഇതുണ്ടായത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഈ കർണാടകയിലെ ദളിത് കമ്മ്യൂണിറ്റി ഒരുവിധം നല്ലപോലെ കൺവേർട്ടഡ്. അതുകൊണ്ടാണ് ഈ കോവിഡ് അതിൻ്റെ സമയത്ത് പല പെൻറ്റക്കോസ്റ്റ് ചർച്ചുകളിൽ അറ്റാക്ക് കയറി ഉണ്ടായി. അപ്പം അതിൻ്റെയും കൂടെ ഒരു റിട്ടാലിയേഷനാണ്. ഇതിൻ്റെ ഒരു പേരൻ്റ് ഓർഗനൈസേഷനാണ് ബജറാങ് ദൾ ഇന്ത്യ, ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞ പേരൻ്റ് ഓർഗനൈസേഷനാണ് RSS. അപ്പം അതിൻ്റെയും കൂടെ റിട്ടാലിയേഷൻ കൂടിയാണ് ഈ സംഭവം. അതായത് പറയാൻ പോകുന്നത് മഹാരാഷ്ട്രയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് കാസ്റ്റ് ബേസ്ഡ്. അതായത് താഴേക്കിടയിലുള്ള, നമ്മൾ ഇത് പറയുമ്പം ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള അവരുടെയും, അതായത് SC and ST, അവരുടെ പോളറൈസേഷൻ ഉണ്ടായിരിക്കുന്ന ബേസിക്കലി ഈ സനാതനം അതേപോലെ തന്നെ മനുസ്മൃതി ഇതിനെ പൊക്കിപ്പിടിച്ചവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പേരിലാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് പെൻറ്റക്കോസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് ഇവരുടെ ഇടയ്ക്ക് സ്വാധീനം വളരെ കൂടുതലുള്ള. കാരണം ഇവർ ഒത്തുചേരുന്ന പരിപാടികൾ. കാരണം ഇത് ഒരു മനുഷ്യൻ്റെ ഒരു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവനൊരു മെഡിറ്റേഷനും ഒരു റിലീജനും ഒരു വിശ്വാസവും ഒക്കെ എല്ലാവർക്കും ആവശ്യമാണ്. അപ്പം അതിനകത്ത് പെനട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പെൻറ്റക്കോസ്റ്റുകാർക്ക്. ഇതാണ് ഇതിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്.